ഇതാണ് നമ്മളിപ്പോൾ അടുത്ത് വാങ്ങിയ വണ്ടി. ഒരു മാസം മുമ്പ് വാങ്ങിയ റിമോട്ട് കൺട്രോൾ കാർ. പണ്ടേ ഉള്ള ആഗ്രഹം എനിക്ക് കേട്ടോ ഇങ്ങനത്തെ ഒരു കാർ വാങ്ങാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ അങ്ങനത്തെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇത്രശം മണ്ണുള്ള കാറെല്ലാം നോക്കുമ്പോൾ അത്രയും പൈസ അറിയാം. 1,00,000 റുപ്യ കാറിന്, റിമോട്ട് കാറിന്. എന്നാൽ പിന്നെ താഴെ തട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞിട്ട് അവസാനം കിട്ടിയതാണ് ഇത്. 25,000 റുപ്യ പോലും ഒരു റിമോട്ട് കാറിന്. പക്ഷെ വാങ്ങി. ഇതാണ് നമ്മളെ FMSൻ്റെ LC80. കറക്റ്റ് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ 1/18 ഇതിൻ്റെ വണ്ണം. 1/18 സ്കെയില്. 4 വീലും കറങ്ങും. 4 വീൽ ഡ്രൈവ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, സസ്പെൻഷൻ. ഓയിലാണ്, ഓയില്. സ്പ്രിങ്ങും പരിപാടികളൊന്നുമില്ല. ഓയില്, കംപ്ലീറ്റ് ഓയില്. കാണാനെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ശരിക്കുള്ള LC80 എങ്ങനെയാണെന്നോ അതുപോലെ. പിന്നെ മുമ്പിലാണ് ബാറ്ററിയും കാര്യങ്ങളും വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. പെട്ടിയിൽ പിന്നെ വേറെ കാര്യമായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. 25,000 രൂപ കൊടുത്തെന്ന് വെച്ചിട്ട് അവലോസ് ഉണ്ടെന്നും പൊടിച്ചു തരില്ലല്ലോ. ഇത് ചാർജർ, കാറിലെ ബാറ്ററി ചാർജ് ചെയ്യാൻ മാത്രം കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മളെ ക്ലോക്കിലിടുന്ന AAA ബാറ്ററി, പിന്നെ ബുക്കും പേപ്പറും. അടിപൊളി. ഇതില്ലാണ്ട് ഈ വണ്ടിയിൽ ഒരു സാധനം ഊരാനും പിടിക്കാനും പറ്റില്ല. പിന്നെ നമുക്ക് ലേശം സ്റ്റിക്കർ, ഇതെല്ലാം ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാനില്ല. പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു മൂടില്ല സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് ഈ ടയർ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം. ഇതിൻ്റെ അകത്ത് ഇത്രയും സ്ക്രൂ ഉണ്ടായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ അവർ തന്നില്ല, പക്ഷേ ടയർ മാറ്റാനുള്ള സാധനം തന്നില്ല. കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടിയാൽ വരുന്നത്. ഈ കാറ് വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയത് അമ്മേൻ്റെ ഒരു സന്തോഷം കാണണം. അമ്മമ്മക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വരുന്നില്ലേ. പക്ഷെ അച്ഛൻ ഇങ്ങനെ തോളത്ത് കൈവച്ചിട്ട് മോനേന്നൊരു വിളിയാ. കാരണം LICൻ്റെ പൈസ അടക്കാൻ വേണ്ടി ചോദിച്ചെടുത്ത് ഞാൻ കൊടുത്തിട്ട്. പക്ഷെ ഇവർ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എല്ലാവരും കണക്കാ. അതൊന്ന് റൂൾ ഓഫ് ഇന്ത്യൻ പേരൻസ് ഇങ്ങനെയാണ്. ആറ്റി പിന്നെ പറയും അടിപൊളിയാണല്ലേ. ഇതിൻ്റെ അകത്ത് ലൈറ്റ് കത്തും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റിമോട്ടിൻ്റെ അകത്ത് ഇതങ്ങ് ഓണാക്കുക. കാറിൻ്റെ ഉള്ളിലൊരു സ്വിച്ച് ഉണ്ട് ബോണറ്റിൽ. ഇത് ഞെക്കുക, വണ്ടി ഓണായി. കണ്ട, ഫസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് അല്ല ഡിം ലൈറ്റ്. ഇതാണ് ഹൈലൈറ്റ്. ഇതാണ് 4 ലൈറ്റ്. 4 ലൈറ്റും കത്തും. ഇനി ഒന്നും കൂടിയും, അതാണ് ഇൻഡിക്കേറ്റർ നമ്മൾ ഇടണ്ട. വണ്ടി വളക്കുമ്പോൾ താനേ കത്തിക്കോളും, ടെൻഷൻ വേണ്ട. ബാക്കിലും കത്തും കേട്ടോ. 2 ഗിയർ ബോക്സ് ഉണ്ട്. ഈ ഒന്നാമത്തേൽ ഇട്ടിട്ടില്ലേ, വണ്ടി ഒരു പോക്ക് വേണ്ടി ഇങ്ങനെ തിരമാല പോലെ. പക്ഷെ രണ്ടാമത്തെ ഗിയർ വണ്ടി ഇങ്ങനെ ഒരു പോക്ക. പിന്നെ ടയറിൽ അടിപൊളി ടയറാട്ടാ. ഇങ്ങനെ പഞ്ഞു പോലത്തെ ടയർ, ശരിക്കുള്ള വണ്ടി പോലെ ഇത് സത്യം പറഞ്ഞാൽ. പിന്നെ ഇതാ മുകളിൽ സാധനം വെക്കാൻ, ബാക്കിൽ സ്റ്റെപ്പിന് ടയർ. ഇത് ഒരിക്കൽ എൻ്റെ അടുക്കുന്ന പഞ്ചറായി, എന്നിട്ട് ഞാൻ മാറ്റിയത്. ഇത് ഈടിയിടാൻ പറ്റും. അതിനാണ് മറ്റേ നേരത്തെ കാണിച്ചെന്ന കുരിശ്. പിന്നെന്നാ വണ്ടീൻ്റെ അടിഭാഗമല്ലേ ഫുള്ള് കമ്പിയാണ്. പിന്നെ ഇത്രയും പൈസ കൊടുക്കുന്നില്ല, കമ്പി അക്കൗണ്ടിലാക്കി തരാൻ പറ്റും. പിന്നെ ലേശമെല്ലാം അവർ പ്ലാസ്റ്റിക് ആക്കിനെ, പൈസ ഓർക്കണ്ടേ, 25,000 രൂപയിലുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളിലും പ്ലാസ്റ്റിക്. പക്ഷെ ഇതെല്ലാം നമുക്ക് കമ്പിയിലേക്ക് ആക്കാൻ പറ്റും. പക്ഷെ നല്ല ക്വാളിറ്റി കമ്പി ആക്കണമെങ്കിൽ ഈ വണ്ടീൻ്റെ സെയിം പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ള് കമ്പിയാക്കാം. ആവശ്യമില്ല, നമുക്കിപ്പോൾ ഉള്ള പോലെ തന്നെ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ സ്വിച്ചും ഇതെല്ലാം ഉണ്ട്. കുറേ കുഞ്ഞു സ്വിച്ച് ഉണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയണമെന്നില്ല, കാരണം വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇതെല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ നമ്മളിത് വാങ്ങിയിട്ട് ഓടിക്കാതെ സ്ഥലവുമില്ല. പോയി മണ്ണ്, റോഡ്, വെള്ളത്തിൽ കുറച്ചേ ഇറക്കിയില്ലേ, എല്ലാത്തിലും ഇറക്കി. വണ്ടിക്ക് ഒരു കുലുക്കൊണ്ട് നോക്കിയാൽ വേറെ കാര്യമായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. ഈ വണ്ടി വാങ്ങിയോണ്ട് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, അതും കൂടി കണ്ടിട്ട് പോകും.
അപ്പോൾ ഓക്കെ ബൈ.